സ്റ്റോറിയുടെ രണ്ടാം ഭാഗത്തിനെതിരായ ഹർജിയിൽ സെൻസർ ബോർഡിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നടപടി. കേരളത്തെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കണ്ണൂർ ചിറ്റാരിപ്പറമ്പ് സ്വദേശി ശ്രീദേവ് നമ്പൂതിരിയാണ് സിനിമയ്ക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. ചിത്രത്തിന്റെ സെൻസറിംഗ് റദ്ദാക്കി പ്രദർശനം തടയണമെന്നാണ് ആവശ്യം. പ്രാഥമിക വാദം കേട്ട കോടതി സെൻസർ ബോർഡിനും നിർമ്മാതാക്കളായ സൺഷൈൻ പിക്ചേഴ്സിനും നോട്ടീസ് അയച്ചു. കേസ് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. കേരളത്തിന്റെ മതേതര മുന്നേറ്റങ്ങളിൽ അസൂയുള്ളവരാണ് സിനിമയ്ക്ക് പിന്നിലെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. കേരളത്തെ വിദ്വേഷ കേന്ദ്രമാക്കി മാറ്റുകയാണ് കേരള സ്റ്റോറിയുടെ ലക്ഷ്യമെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. കേരളത്തിലെ മതേതര പ്രസ്ഥാനങ്ങളെല്ലാം യോജിച്ച് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിൽ ഉണ്ടാക്കിയ മുന്നേറ്റം, അത് മതനിരപേക്ഷയുടെ കാര്യത്തിൽ, കേരളത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളുടെ കാര്യത്തിൽ, കേരളത്തിൻ്റെ വികസനത്തിൽ, ആ നേട്ടങ്ങളെല്ലാം ഈ രാജ്യത്ത് പലർക്കും അസൂയപ്പെടുന്ന നേട്ടങ്ങളാണ്. അതിന്റെ ഭാഗമായി കേരളത്തെ മോശപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി നടക്കാത്ത കാര്യങ്ങൾ നടക്കുന്നുള്ളൂ പർവ്വതീകരിച്ച് കേരളത്തെ ഒരു ഹേറ്റ് ക്യാപിറ്റലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കേരളം എന്തോ അപകടകരമായ സ്ഥലമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടില്ല. ഇത് ആന്റി കേരള ക്യാമ്പയിനാണ്. സിനിമയെ പിന്തുണച്ച് രംഗത്ത് വന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചിത്രത്തിൽ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന രംഗത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി. അങ്ങനെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ബീഫ് കുത്തിക്കയറ്റി കഴിപ്പിക്കുന്നത്? അല്ല, അത് ഒരു ആള് പിക്ചർ ഉണ്ടാക്കുന്നു, അത് അദ്ദേഹത്തിന്റെ അവകാശമല്ല ഒരു പിക്ചർ ഉണ്ടാക്കാൻ. ഈ ലവ് ജിഹാദ് ഒരു ഫിക്ഷൻ ഒന്നുമല്ല, ഇത് നടക്കുന്ന കാര്യമാണ്. എന്നോട് വന്നിട്ട് കുടുംബങ്ങൾക്ക് വന്ന് കണ്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് ഉണ്ടെന്ന്. മീഡിയ 1 കൊച്ചി.